എൻ്റെ പേര് സാൻഡ്ര. ഞാൻ കൊച്ചിയിലെ ഒരു മീഡിയ കമ്പനിയിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ ഓഫീസ്. ഇവിടെ സെറ്റാ, വലിയ വർക്ക് പ്രഷറും ഇല്ല, നല്ല സാലറിയും കിട്ടും. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം. ചാണ്ടി പോവാം. ഇന്നത്തെ ചെലവ് നിന്റെയാണേ. അതിനെന്താ? എടി എന്റെ വർക്കൂടെ ഒന്ന് ഇത് വെച്ചേക്ക്, ഞാൻ നേരത്തെ പൊക്കോട്ടെ. എടി ഒരു 1000 രൂപ വരുമോ? കഴിഞ്ഞ 5 പ്രാവശ്യം മേടിച്ചാലാവത്തില്ല, ഇത് ഉറപ്പായിട്ടും തിരിച്ചു തരും. കയ്യിൽ ക്യാഷ് ആയിട്ടില്ല, ജിപേ ചെയ്താൽ മതി. ഇതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് നോ പറയാൻ അറിയത്തില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ അതങ്ങ് സമ്മതിക്കും. ശ്വാസം ഒന്ന് മുകളിലേക്ക് വലിച്ചേ. ആഹാ, പറയുന്ന അതുപോലെ അനുസരിക്കുന്നുണ്ടല്ലോ. വിട്ടോളൂ. ഈ നോ പറയാനുള്ള ബുദ്ധിമുട്ട് എത്ര നാളായി തുടങ്ങിയിട്ട്? കുറേ നാളായിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ലേ? അല്ല, എനിക്ക് ഇതുവരെ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? ഒരു വലിയ പ്രശ്നം ഉണ്ടായി. Will you marry me, ചാണ്ടി? എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. വേറെ ആരോടെ ഞാൻ ചോദിക്കൂ? വേറെ ആരോടെങ്കിലും ചോദിക്കാനോ? ചാണ്ടി, എനിക്കറിയാം തനിക്ക് എന്നെ ഇഷ്ടമാണ്. പിന്നെ അതങ്ങ് സമ്മതിച്ചാൽ എന്താ? തന്നെ ഇന്ന് ഞാൻ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നും കൂടെ ഉണ്ടാവുന്നൊരു വാക്ക് മാത്രം മതി. ഉണ്ടാവില്ല ചാണ്ടി, ഉണ്ടാവില്ല ചാണ്ടി. എടാ, ഞങ്ങൾ കമ്മിറ്റായേ. ഇന്ന് വൈകിട്ട് ചിലവുണ്ടേ എല്ലാവർക്കും. ചാണ്ടി, ചിലവ് കൊടുക്കല്ലേ? ഓ, അപ്പൊ അതാണ് പ്രശ്നം. അല്ല, കുട്ടി കമ്മിറ്റഡ് ആണോ? ഈ പറഞ്ഞ പയ്യൻ എങ്ങനെയുണ്ട്? ആള് വലിയ കുഴപ്പമൊന്നുമില്ല. സിൻസിയറാണ്, പിന്നെ ഡെഡിക്കേറ്റഡാ. പിന്നെ ഓഫീസിൽ ആദ്യം വരുന്നതും അവസാനം പോകുന്നത് അവനാ. പിന്നെ ഓഫീസിൽ ഭയങ്കര സ്ട്രിക്റ്റാ. അതുകൊണ്ട് ആർക്കും സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നോട് കുഴപ്പമില്ല. പിന്നെ എന്താ പ്രശ്നം? അങ്ങോട്ട് പ്രേമിക്കണം. അത് പറ്റില്ല. എനിക്ക് എങ്ങനെയെങ്കിലും നോ പറയണം. എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു ഡോക്ടറെ. ഓക്കെ, ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷേ അതിന് കുറെ പൈസ ചിലവാകും. ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ചിലവാകും. എൻ്റെ അത്രയും പൈസ ഒന്നുമില്ല ഡോക്ടറെ. അപ്പൊ നോ പറയാൻ അറിയാം. അതല്ല, ഇത്രയും പൈസ. കുട്ടിയുടെ പ്രശ്നം നോ പറയാൻ പറ്റാത്തതായിരിക്കില്ല. ചിലപ്പോ തനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ തന്നെ ആയിരിക്കും താൻ ഏറ്റെടുക്കുന്നത്. മാത്രമല്ല, അത് മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കുമോ എന്ന് കരുതിയിട്ടായിരിക്കും നോ പറയാത്തത്. അല്ലാതെ വേണ്ടടുത്ത് നോ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതിന് തൽക്കാലം ചികിത്സയൊന്നും വേണ്ട. അല്ലെങ്കിൽ വന്നതല്ലേ, ഞാൻ 2 ഗുളിക എഴുതാം. ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിക്കണേ. കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വാങ്ങിച്ചോളൂ. ശരി ഡോക്ടറെ. നല്ലൊരു രോഗം, മിനിമം ഒരു ഓപ്പറേഷനെങ്കിലും ചെയ്യായിരുന്നു. എടി, നീ നിന്റെ പഴയ റിലേഷൻഷിപ്പിൽ നിന്ന് എത്ര പാടുപെട്ടാ പുറത്തു വന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് വേറെ ആർക്കും നിനക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും സമയമെടുത്ത് ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. അപ്പം നാളെ തൊട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ നീ ഒന്ന് ചെയ്തു നോക്ക്. എന്ത്? എടി, അവനോട് അടുത്ത് ഇടപഴകാൻ. എന്തിന്? നിന്നോടൊപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? എടി, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ വീട്ടുകാർ വിളിച്ച് നിന്നെ ആരെ കൊണ്ടെങ്കിലും കെട്ടിച്ചുവിടും. ആരാ എന്താ എന്നറിയാത്ത ആരെങ്കിലും പോയി കെട്ടുന്നതിലും ഭേദമല്ലേ അറിയാവുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എടി,
നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം. ചിലപ്പോൾ നമ്മൾ അത് നോക്കി അങ്ങോട്ട് കൊണ്ടുവരും. ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നതാണെങ്കിലോ ഇതങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതിപ്പോ ഒന്ന് നോക്കി നോക്കാലേ. നീ രാഹുലിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? അയ്യോ, ഇഷ്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓ, ഇങ്ങനൊരു ഇഷ്ടം ഉണ്ടായിട്ട് നീ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ല, അവ എന്നോട് പറഞ്ഞതാ. ഓ പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോവാ. ഓ അതെ, ഇതൊന്നും അധികം നാൾ നടക്കാൻ പോണില്ല. അവനാണെങ്കിൽ ബെട്ട കൂട്ടായിട്ട്, ഇവളാണെങ്കിൽ ഒരു വണ്ടി. ഹായ്, കുറച്ച് ലേറ്റായി പോയി. വേണ്ട, ഞാൻ കഴിച്ചു. അല്ല, എന്താ ചോദിച്ചേ? അല്ല, വന്നിട്ട് ഒത്തിരി നേരം ആയോന്ന്? ഇല്ല. ഞാനാണെങ്കിൽ വരുന്ന വഴിക്ക് കൊടുക്കുന്ന ട്രാഫിക്കും പിന്നെ വെയിലും. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. താൻ കഴിച്ചായിരുന്നോ? ഹലോ, ഇവിടെയൊന്നും അല്ലേ? അല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു. എന്താലോചിക്കാൻ? അല്ല, നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും ഇനിയും നമുക്ക് പരസ്പരം ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടല്ലോ. എന്നാലല്ലേ ഈ ഇഷ്ടം ശരിക്കൊരു ഇഷ്ടാവൂ. ഓ, ഇനിയിപ്പോൾ എന്നെ അറിയാനാ? നമ്മൾ കുറേ കാലമായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യില്ലേ? എനിക്കാണെങ്കിൽ ചാണ്ടിയെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാൻ ചെയ്യാം. ഇപ്പം തന്നെ ചാണ്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്ന് ഞാൻ പറയട്ടെ. ബിരിയാണി. ആണോ? അല്ലേ? അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് കറുപ്പല്ലേ? ആയിരിക്കും. ആണ്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചേ ഇനി എത്രയും പെട്ടെന്ന് നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കാം. ആ, എന്തേ? അതല്ലേ എന്നാ പിന്നെ ഞാൻ ഒരു കോൾ ചെയ്തിട്ട് വരാം. ഓക്കെ അല്ലേ? ആ. എടി, രാഹുലല്ലേ ഇത്? നിനക്കറിയോ അവനെ? എടി, അവൻ നമ്മുടെ കോളേജിൽ നമ്മുടെ സീനിയർ ആയിട്ട് പഠിച്ചതല്ലേ? നമ്മുടെ കോളേജിലോ? എന്റെ പൊന്നുമോളെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മാറ്റി കളഞ്ഞേരെ. നമ്പർ 1 ഫ്രോഡാവൻ. അവനുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. അതാ നിനക്ക് നല്ലത്. ഹലോ. ആടി പറ. എടി, ഞാൻ അവന്റെ CV നോക്കി. അവന്റെ CV-യിൽ നമ്മുടെ കോളേജിന്റെ പേരുണ്ട്. പിന്നെ പഠിച്ചിറങ്ങിയ വർഷം സെയിമാ. ഇനി സംശയിക്കാൻ ഒന്നുമില്ല, ഇത് അവൻ തന്നെയാ. അതെനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു, നിനക്കായിരുന്നല്ലോ സംശയം. അല്ല, നീ പറഞ്ഞ ആൾ തന്നെയാണോ ഇതെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, ശരിക്കും അവൻ എന്താ ചെയ്തത്? അല്ല, നിനക്കെന്താ അവന്റെ കാര്യത്തിൽ ഇത്ര കൺസേൺ? സാധാരണ നീ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ലല്ലോ. കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ, അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അത്രയും മാത്രമേ ഉള്ളോ? അല്ലാതൊന്നുമില്ല. എങ്കിൽ പറയാം, അവനോടൊന്നും പോയി ചോദിക്കാൻ പോരുത് നീ. ഹേ, ഇല്ല, നീ പറ. എടി, നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തെ ഒരു ജൂനിയർ പെങ്കൊച്ചായിട്ട് ഇവൻ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. ഒരു പാവം പെണ്ണ്. ഒരു 2 വർഷത്തോളം ഇവരാ റിലേഷൻഷിപ്പ് രഹസ്യമായിട്ട് കൊണ്ടുപോയി. ലാസ്റ്റ് ഈ പെങ്കൊച്ചു പോയി കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നൈസായിട്ട് ഇവനങ്ങ് മുങ്ങി. ഇവന്റെ ഉദ്ദേശം വേറെയായിരുന്നു. ഇതറിഞ്ഞപ്പോ ഈ പെണ്ണ് കയറി അങ്ങ് തൂങ്ങി. അയ്യോ, മരിച്ചില്ല, കുറെ നാള് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇവൻ കാരണം കുറെ അനുഭവിച്ചടി. പാവം. കോളേജിൽ അങ്ങനെ ആർക്കും അറിയാത്ത കാര്യ. ഇതിപ്പോ ഞങ്ങളൊരു 3-4 പേർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അവൻ സേഫായി. അല്ല, നിന്നോട് ആരത് പറഞ്ഞേ? ഇതറിയാവുന്ന കുറച്ച് പേരുണ്ട്, അതിലൊരാള് പറഞ്ഞതാ. ചിലപ്പിന്നെ അവര് കള്ളം പറഞ്ഞതാണെങ്കിലോ? എന്തിന്? എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം നിന്നോട് വന്ന് പറയാൻ എനിക്ക് എന്നെ ഭ്രാന്തുണ്ടോ? അതില്ല. പാവം ആ പെങ്കുച്ചിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് നാറി, പരമനാറി. ഞാൻ വല്ലതുമായിരിക്കണം. ഞാൻ തൂങ്ങുന്നതിന് പകരം ഞാൻ അവനെ തൂക്കിക്കൊന്നേനെ. എന്താ അവന്റെ? ചാണ്ടി, കഴിച്ചായിരുന്നോ? ഇല്ല. എങ്കിൽ വാ കഴിക്കാം. ആ, വായോ.
എന്താ അവന്റെ അഭിനയം? അവന്റെ അഭിനയം ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട്. ചാണ്ടി എന്താ? അതിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ? എന്ത് കാര്യം? ഈ രാഹുലിനെ കുറിച്ച് എന്താ അഭിപ്രായം? മീൻസ് തന്നോടും ബാക്കിയുള്ള പെണ്ണുങ്ങളോടൊക്കെ എങ്ങനെ പെരുമാറ്റം? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലല്ലേ? ഞാനിപ്പോ അതിനെന്ത് പറയാനാ? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അതെന്താ ഇപ്പൊ ചുമ്മാ ചോദിക്കാൻ? അതാദ്യം പറ, കേക്കട്ടെ. അതിപ്പോ ചായയാണോ കുടിക്കുന്നത്? ആ. ചായ കുടിക്കാൻ പാടില്ല, ഓർമ്മക്കുറവുണ്ടാവും. ചായ കുടി. ഇത് കാപ്പിയോ? രാഹുലിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞില്ല. റിലേഷൻഷിപ്പ് തുടങ്ങിയ ഒരാഴ്ചയായില്ല, അതിനു മുമ്പ് തുടങ്ങിയുള്ള സംശയരോഗം. പാവൻ രാഹുല്. എന്താ ചോദിച്ചേ? അല്ല, രാഹുലിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം, നല്ല പെരുമാറ്റം. പിന്നെ അവന്റെ നോട്ടത്തിലാകെ ചെറിയൊരു വശപ്പിച്ചില്ലന്നൊരു സംശയം. അതിപ്പോ ഇവിടെ ഉള്ള എല്ലാരും പറയാറുണ്ട്. അല്ല, ഞാനൊന്നിന് നിൽക്കുമ്പോൾ നിന്റെ അടുത്ത് പറയണേ, അത് നീ മൈൻഡ് ചെയ്യണ്ട, എനിക്ക് വെറുതെ ഒന്നായിരിക്കും. വിട്ടേക്ക്. ഹലോ. ഹേയ് സാൻഡ്ര, എന്ത് ചെയ്യുവാ? കിടക്കായിരുന്നു. അതെ, ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. ആ. കമ്പനിന്ന് ഇപ്പൊ ഒരു കോഡ് വന്നു, എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഓ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അതെ, ഞാനൊരു പാർട്ടി നടത്തിയാൽ കൊള്ളാന്ന് ആലോചിക്കുന്നുണ്ട്. ഒരുപാട് പേരൊന്നുമില്ല, ഓഫീസിലെ കുറച്ച് പേരും പിന്നെ താനും. താൻ എന്തായാലും ഉണ്ടാവൂലേ? ആ, ഞാൻ വരാം. അപ്പോ സമയവും സ്ഥലവും ഒക്കെ ഞാൻ വിളിച്ചങ്ങ് പറയാം. See you there. ഓക്കെ. Love you. നമ്മൾ മാത്രമുള്ളോ? വേറെ ആരും വരില്ലേ? അവർക്ക് സമയമാ വരും. താനിവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം. ചാണ്ടി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. കുടിക്ക്. രാഹുൽ, ഞാനൊരു സാധനം എടുക്കാൻ മറന്നുപോയി. ഞാൻ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വരാം. ഹാപ്പി ബർത്ത്ഡേ സാൻഡ്ര. എടാ, ഫുഡൊക്കെ ഒന്ന് സർവ് ചെയ്യാൻ സഹായിക്കടാ. ഒന്ന് പോ. പോയി കിടന്ന് ഉറങ്ങിടാ. ഹാ, അവരൊക്കെ അടിച്ച് കട്ട. രാഹുൽ കുടിക്കുവോ? ഇല്ല. താങ്ക്സ്. എന്തിന്? അല്ല, എനിക്ക് വേണ്ടിയിട്ട് ആരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇൻഫാക്റ്റ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ആണോ?
അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പതിവാക്കാം. വീട്ടിൽ നിന്ന് ആരും വിളിച്ചില്ലേ? അങ്ങനൊരു പതിവില്ല. ഓ, രാഹുലേ, ആ. ചോടാ ചോടാ. ഞാനെന്നാ പോയിട്ട് വരാം. ഉം. നടക്കട്ടെ. എടി, നിനക്ക് വിഷമൊന്നുമില്ലേ? നീ ഓക്കെ ആണോ? നല്ല വിഷമമുണ്ട്. മന്ദഞ്ചായി, കൈ 10 പൈസയില്ല. അതല്ല, രാവിലെ പോകുന്നതിന് നിനക്ക് വിഷമൊന്നുമില്ലേ? രാഹുൽ എവിടെ പോവാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഈ ഓഫീസിൽ നീ മാത്രമേ അറിയാനുള്ളൂ അല്ലേടാ? എന്ത് നമ്മുടെ രാഹുൽ പോകുന്ന കാര്യം. രാഹുലോ? ഏത് രാഹുല്? എങ്കിലും ഈ ഓഫീസിൽ നിങ്ങൾ രണ്ടിനും മാത്രമേ അറിയാനുള്ളൂ. എന്താ കാര്യം? എടി, അവനെ ചെന്നൈയിലേക്ക് കമ്പനി തട്ടിയില്ലേ? എന്തിന്? ഹാ, അവനെ പ്രേമിച്ച് നടക്കുന്ന ഹെഡ് ഓഫീസിൽ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. പാവൻ രാഹുല്, നിന്നെ സ്നേഹിച്ചതിന് എന്തൊക്കെ അനുഭവിക്കണം. ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? ആ, ചെന്നൈക്ക് പോവാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? വർഷ. ഉം. അപ്പം ഇന്നലെ പ്രമോഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. പ്രമോഷൻ കിട്ടിയതാണ്, പക്ഷേ ചെന്നൈ പോയി പണിയെടുക്കേണ്ടി വരും. എപ്പോഴാ പോകുന്നത്? അടുത്ത ആഴ്ച. പിന്നെ ഇന്നലത്തെ ആ മൂഡിൽ തനിക്ക് വിഷമാവണ്ടെന്ന് വെച്ച് പറയായിരുന്നതാ. എനിക്കെന്ത് വിഷമം? ഏ, അല്ല, ഇതൊക്കെ കരിയർ ഗ്രോത്തിൻ്റെ ഓരോരോ ചവിട്ടുപടികളായിട്ട് വേണ്ടേ നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ കാണാൻ? ഉം. 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 അവനെന്നാ പോകുന്നതെന്നാ പറഞ്ഞേ? അടുത്ത ആഴ്ച. എന്നിട്ട് നീ എല്ലാം നിർത്തുവാന്ന് അവനോട് പറഞ്ഞോ? ഇനി എന്തിന്? അവൻ പോവല്ലേ? എന്റെ പുണ്യം, മണ്ടത്തരം പറയാതെ. അവൻ അമേരിക്കയിലേക്കൊന്നും അല്ല പോകുന്നത്, ഈ തൊട്ടടുത്ത സ്റ്റേറ്റിലേക്കാ. അവൻ എപ്പോൾ വേണമെങ്കിലും നിന്നെ കാണണമെന്ന് ഓർത്താൽ ഇങ്ങോട്ട് വന്ന് കാണാം. അത് പിന്നെ ഒരു ഇരട്ടി ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എടി, നിനക്കിപ്പോൾ നോ പറയാൻ പറ്റിയ അവസരം. ഇപ്പം പറഞ്ഞു തീർക്കാൻ പറ്റിയ നിനക്ക് സമാധാനത്തോടെ ഇരിക്കാം. നിനക്ക് വല്ല കെയറിങ് കൂടുതൽ വേണമെന്നോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പറ്റത്തില്ലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ. പക്ഷെ എന്നാലും മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ പറയാ? മുഖത്ത് നോക്കി പറയണമെന്നില്ല, എവിടെയെങ്കിലും നോക്കി പറഞ്ഞാൽ മതി. പക്ഷെ അവൻ കേൾക്കണം. ഇല്ലെങ്കിൽ പൊന്നുമോളെ, നീ കുറെ കഷ്ടപ്പെടും. അതെ, കുറേ നേരം ആയാലും ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്താ പറയാനുള്ളത്? ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമാവൂ? ഇവിടെ വരാൻ പറഞ്ഞപ്പോഴേ തോന്നി എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന്. പറയ്. നമ്മുടെ ഈ റിലേഷൻ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നി ഇതാവും പറയാൻ പോകുന്നത്. സാരല്ല, എനിക്ക് മനസ്സിലാവും. ഞാനത് എക്സ്പെക്ട് ചെയ്ത, അതുകൊണ്ട് തന്നെ ഷോക്കൊന്നുമില്ല. ഒരാളുടെ പെരുമാറ്റങ്ങളും പറയാലോ, അയാളുടെ ഫീലിങ്സ് എന്താണെന്ന്. എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ? ഹേയ്, എന്തിന്? അതിന് തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. പരിചയം ഉണ്ടെന്നും പറഞ്ഞ് ഒരാളെ കയറി പ്രേമിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. തനിക്ക് എന്നെ ഇഷ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ കയറി പ്രപ്പോസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം തോന്നുന്നു. തനിക്ക് ഇഷ്ടം തോന്നാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അല്ലെങ്കിലും ഈ സ്നേഹം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വലിയ പാടാ. ഞാനൊരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവൂ? ഇല്ല, ചോദിച്ചോ. കോളേജിൽ വെച്ചൊരു റിലേഷൻ ഉണ്ടായിരുന്നില്ലേ, ആ കൊച്ചിനെ കെട്ടിക്കൂടെ? ആ കഥയൊക്കെ സാന്ദ്ര എങ്ങനെ അറിഞ്ഞു? ഞാനും ആ കോളേജിലാണ് പഠിച്ചത്. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അത് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? അല്ലെങ്കിൽ ആ കൊച്ചു കൂടെ ഉണ്ടാവില്ലേ? ചില സമയത്ത് താല്പര്യമില്ലാതെ തന്നെ ചിലതൊക്കെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും. എല്ലാവർക്കും ഉണ്ടാവും കളഞ്ഞിട്ട് പോവാൻ.
ഇതുപോലെ ഓരോരോ കാരണങ്ങൾ. താൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? എനിക്കെല്ലാം അറിയാം. ചിലപ്പോൾ താൻ കേട്ട വർഷം ശരിയല്ലെങ്കിലോ? എന്താ രാഹുലിൻ്റെ വേർഷൻ ഓഫ് സ്റ്റോറി? എന്നാ കേട്ടോ, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവളെ സ്നേഹിച്ചത്. അവൾ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ അന്ന് ജോലി ഇല്ലായിരുന്നിട്ട് കൂടി ഞാൻ അവളുടെ വീട്ടിൽ പോയായിരുന്നു അച്ഛനെ കാണാൻ. അവളുടെ വീട്ടിലെത്തി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ശരിക്കുള്ള അവസ്ഥ ഞാൻ മനസ്സിലാക്കി. അവളുടെ അച്ഛനും അമ്മയൊക്കെ വലിയ രോഗികളായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ സാഹചര്യവും ഏകദേശം ഇതുപോലെയായിരുന്നു. അങ്ങനൊരു സാഹചര്യത്തിൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങളെങ്ങനെ ഒരുമിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കുമെന്നുള്ള അച്ഛൻ ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഉത്തരവില്ലായിരുന്നു. പിന്നെ അവളെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ അവളോടും അവളുടെ കുടുംബക്കാരോടൊക്കെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും എന്ന് മനസ്സിലായപ്പോഴാണ് ഞാനതിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ അങ്ങനെയല്ലല്ലോ വേണ്ടേ. നമ്മളിഷ്ടപ്പെടുന്നവരുടെ മോശം സാഹചര്യത്തിലല്ലേ നമ്മളവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ നിൽക്കും വേണ്ടേ. അതൊക്കെ സിനിമയിൽ നടക്കും, ജീവിതത്തിൽ നടക്കാൻ വലിയ പാടാണ്. രാഹുൽ കൂടി പോയപ്പോൾ ആ കുട്ടി ആ അവസ്ഥ സർവൈവ് ചെയ്തില്ലായിരുന്നെങ്കിലോ? അവളെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇന്നായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് അവൾക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോറി. ഇറ്റ്സ് ഓക്കെ. അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഭാഗ്യമില്ലായിരുന്നു. ഇപ്പോൾ തൻ്റെ കൂടെ. നമുക്കെന്നാ ഇറങ്ങിയാലോ? ചിലപ്പോൾ ഇനി ഓരോന്ന് സംസാരിച്ചാൽ എൻ്റെ കണ്ണ് നിറയും. മറ്റൊരാളുടെ മുമ്പിൽ ഇരുന്ന് കരയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ പൊന്നുമോളെ, ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട. ഇപ്പം ബ്രേക്കപ്പ് വേണ്ടാന്ന് വെക്കാനുള്ള കാരണം എന്താ? എടി, നീ പറഞ്ഞ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഞാൻ അവനോട് കുറേ സംസാരിച്ചു. ഓ, അവൻ പറഞ്ഞപ്പോൾ നീ അതങ്ങ് വിശ്വസിച്ചു. അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. എടി, നീ പോയി ഒരു അബദ്ധത്തിൽ ചാടരുതെന്ന് ഓർത്തിട്ടാ. നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയല്ലേടി, ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾക്കൊരു ധൈര്യം വരില്ലേ? ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളെടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് തോന്നുമ്പോഴൊരു ധൈര്യം. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ധൈര്യം തോന്നി. ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷേ അവനെ വിട്ടുകളഞ്ഞാൽ എനിക്ക് വിഷമിക്കാൻ വയ്യ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് മനസ്സിലാവും. നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം. ഞാനിങ്ങനെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ നീയായിരിക്കും ശരി. ഹലോ സുജിത്തെ, രാഹുൽ എവിടെ ഉണ്ടോ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താണെന്ന് അറിയില്ല. അവൻ പെട്ടെന്ന് വന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങി. ചോദിച്ചപ്പോൾ ചെന്നൈയിലേക്കാണെന്നാ പറഞ്ഞത്. ചെന്നൈക്കോ? എങ്ങനെയാ പോകുന്നത്? ബസ്സിലായിരിക്കണം. ഈ സമയത്ത് ട്രെയിൻ കിട്ടാൻ വഴിയില്ല. പോവാം. എന്താടി? എടി, അവൻ ചെന്നൈക്ക് പോവാന്ന്. എപ്പോ? ഇപ്പോ. നീ പിന്നെ എന്നാ നോക്കി കൊണ്ട് നിൽക്കാ? വാ പോവാം, ബാ.
നീ ടെൻഷൻ അടിക്കാതെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. എന്താ ഇവിടെ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഞാൻ പറഞ്ഞതെല്ലാം മറന്നേക്ക്. എന്ത് കാര്യങ്ങൾ? എല്ലാം. എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബ്രേക്കപ്പോ? പെട്ടെന്നെന്താ? സഹതാപത്തിൻ്റെ പുറത്താണെങ്കിൽ? അല്ലല്ല, ഞാൻ കുറേ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ലൈഫിൽ വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് യെസ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതോർത്ത് വിഷമിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് പെട്ടെന്ന് തന്നോട് പ്രേമം തോന്നിയെന്നൊന്നുമല്ല. പക്ഷെ എനിക്ക് തന്നെ വിട്ടുകളയാൻ തോന്നുന്നില്ല. ലെറ്റ്സ് ട്രൈ. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇതാണെങ്കിലോ? ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്കൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കാൻ പറ്റുമോ നോക്കാം. ശരിയായില്ലെങ്കിൽ? ആയില്ലെങ്കിൽ അറിയില്ല, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. എടോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോകണമെന്നൊന്നുമില്ല. താൻ പറഞ്ഞ പോലെ നമുക്കൊരുപാട് കാര്യങ്ങൾ പരസ്പരം അറിയാനില്ലേ? അതിന് അടുത്തുണ്ടാകുന്നല്ലേ നല്ലത്. ഞാൻ റിസൈൻ ഇട്ടാലോ? അയ്യോ, അതൊന്നും വേണ്ട. താൻ അവിടെ പോയി സെറ്റാവും. ഇടയ്ക്ക് ചിലപ്പോൾ എനിക്ക് തന്നെ മിസ് ചെയ്യുമായിരിക്കും. അപ്പോൾ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്, താനും എൻ്റെ കൂടെ ചെന്നൈക്ക് പോര്. നോ.